വിഷ്വൽ ലേണേഴ്സ് അവരെ രണ്ട് ഉദാഹരണം കൂടി പറയാം. അവര് ഉറക്കെ വായിക്കൂല, മെല്ലെ പറയുള്ളൂ. നമ്മൾ ചൂടായിട്ട് എന്താടാ എന്റെ നാവുകൊണ്ട് പന്താത്ത് എന്ന് പറയരുത്. ആ കുട്ടി അങ്ങനെ സംസാരിക്കുള്ളൂ. ക്രമേണ നമ്മൾ നല്ല സംസാരം സംസാരിച്ച് ഉയർത്തിക്കൊണ്ടുവരാന്നല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഉറക്കനെ പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ അപകടമാണ്. ഈ കുട്ടിക്ക് കണ്ടു പഠിക്കാനാണ് ഇഷ്ടം. അപ്പോ നിങ്ങളുടെ ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒന്ന് ഓഡിറ്ററി ലേണറും ഒന്ന് വിഷ്വൽ ലേണറും ആണെങ്കിൽ രണ്ടാളെയും ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാൻ അനുവദിക്കരുത്. രണ്ടാക്കും ദോഷം ചെയ്യും, രണ്ടാളും പഠിക്കൂല. മൂന്നാമത്തേത്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ആളാരായിരുന്നു? ഫസ്റ്റ് പറഞ്ഞത് ആരാ മക്കളെ? ഓഡിറ്ററി ലേണേഴ്സ് അല്ലേ? കേട്ടു പഠിക്കുന്നവർ. അവരെ മനസ്സിലാക്കാന്, നിങ്ങളെ മനസ്സിലാക്കാന് ബാപ്പാർക്ക് ഇന്ന് പരീക്ഷ ചെന്നാൽ തന്നെ മനസ്സിലാവുന്ന ഒരു അടയാളുണ്ട്. എന്താണെന്നറിയോ? ചെറിയ കയ്യെഴുത്തായിരിക്കും വരുത്, പക്ഷേ വൃത്തിയുള്ളതായിരിക്കും. ഓഡിറ്ററി ലേണേഴ്സിന്റെ നോട്ട് ബുക്ക് നോക്കിയാൽ മതി, ചെറിയ എമ്പൂച്ചി എഴുത്തായിരിക്കും, പക്ഷേ വൃത്തിയുള്ളതാവും. എന്നാൽ അത് വിഷ്വൽ ലേണേഴ്സിലേക്ക് വരുമ്പോൾ വലിയ കൈയെഴുത്തായിരിക്കും, നിറയെ വെട്ടും തിരുത്തുമായിരിക്കും. ഇനി ആ എഴുത്ത് മറ്റേ ആളെടുത്തേക്ക് പോയാലോ? കെനസ്തെറ്റിക് ലേണേഴ്സ് അനുഭവിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ കൈയെഴുത്ത് 4 പേജ് മറിച്ചാൽ 4 കോലത്തിലായിരിക്കും. മക്കളെ, നിങ്ങൾക്ക് തിരിയുണ്ടോ? നിങ്ങളും നോക്കണത് 4 പേജ് മറിച്ചാല് 4 തരം കൈയെഴുത്താണ് ഈ പറഞ്ഞ കെനസ്തെറ്റിക് ലേണേഴ്സിന് ഉണ്ടാവുക. നേരത്തെ നമ്മൾ ഓഡിറ്ററി ലേണേഴ്സിന് അഭിനന്ദനം കൊടുത്തത് നാവുകൊണ്ടല്ലേ? വിഷ്വൽ ലേണേഴ്സ് കണ്ടു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ 10,000 വട്ടം നല്ല മോന് നല്ല മോന് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് നല്ല വർണ്ണശബളമായ സമ്മാനം കൊടുക്കണം, എന്നാലേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ പോകുമ്പോ ഒരു മഞ്ച് വാങ്ങി അത് പൊഞ്ഞു കൊണ്ടേ കൊടുക്കണം. ഇനി അത് നേരെ ഇങ്ങോട്ട് വന്ന് കെനസ്തെറ്റിക് ലേണേഴ്സ് ആണെങ്കിലോ അവന് നല്ല മോന് 1000 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. മഞ്ചിന് പകരം വേറൊരു മന്തി എന്നെ പോഞ്ഞു കൊണ്ടേ കൊടുത്തിട്ടും കാര്യമില്ല. അവന് ആവശ്യം സ്പർശനമാണ്. ഉമ്മയോ ബാപ്പയോ അവന്റെ ശരീരത്തിൽ ഇങ്ങനെ തല ഓടിയിട്ട് പറയണം നല്ല മോൻ. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ മക്കൾ നല്ലത് ചെയ്യുമ്പോൾ വാക്ക് കൊണ്ട് പറയുകയും ശരീരത്തിൽ തലോടുകയും ഒരു സമ്മാനം കൊടുക്കുകയും ചെയ്താൽ ഏതെങ്കിലും ഒരു കൊതി കൊണ്ട് കിട്ടും. കാരണം 3 നമ്മൾ ചെയ്തല്ലോ. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ മക്കൾ, ഇനി കെനസ്തെറ്റിക് ലേണേഴ്സിന്റെ പ്രത്യേകത, ആദ്യത്തെ ആള് ഉറക്കെ വായിക്കും, രണ്ടാമത്തെ ആള് മെല്ലെ വായിക്കും. കെനസ്തെറ്റിക് ലേണേഴ്സ് ആണെങ്കിൽ അവന് ഇരുന്ന് വായിക്കാൻ കഴിയൂല, നടന്നു വായിക്കും. ഇതിനാണ് നമ്മൾ മലയാളത്തിൽ പൊട്ടിത്തെറുപ്പ് എന്ന് പറയാ. അത് നല്ലതാണ്. അവരിരുന്ന് വായിക്കാൻ കഴിയൂല, നടന്നു വായിക്കും. സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യും ഇങ്ങനത്തെ കുട്ടികൾ. നിൽക്കണ നൃത്തത്തിലാണ് നേരെ ചെന്നിട്ട് വലിയ മതിലിന്റെ മോൾക്കാണ് കേറിക്കോട്ടെ, അവന്റെ പ്രകൃതം അതാണ്. പക്ഷെ അപകടം പറ്റാതെ സൂക്ഷിക്കണം എന്ന് നല്ല നിലക്ക് ഉപദേശിക്കുകയാണ് വേണ്ടത്.